അപ്പോൾ അലിൻ ജോസ് പെരേര, വിഷ്ണു കൊച്ചിക്കാരൻ എന്താണ് പുതിയ വിശേഷം? പുതിയ വിശേഷം ഇപ്പോൾ രേണുസുധിയുടെ അല്ലേ ഒരു നല്ലൊരു വർക്ക് ചെയ്തായിരുന്നു. ചേച്ചിൻ്റെ ഒപ്പം വർക്ക് ചെയ്തു. കാരണം അതിൻ്റെ പിന്നെ ഇപ്പോൾ ഒരു ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞ വ്യക്തി നല്ല കലാകാരനാണ് പുള്ളി. എന്നൊരു കളിയാക്കി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സംവിധായകൻ അത് ഇഷ്ടപ്പെട്ടില്ല വാക്യം. കാരണം അലിൻ ജോസ് പെരേര നായകനല്ല കൂട്ടുകാരാണെന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് പുള്ളി കൊണ്ടുകൊണ്ട് രേണു ചേച്ചിയോട് കൺവിൻസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ രേണു ചേച്ചി ഫുൾ ആൽബത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞു. സോങ് ഷൂട്ട് 9-ാം തീയതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെൺപിള്ളേർ എനിക്ക് മെസ്സേജ് അടക്കുന്നുണ്ട്. ഈ രേണുസുധീനെ പൊക്കി കറക്കിയായിരുന്നല്ല, എടുത്ത് പൊക്കി. അപ്പം രേണുസുധീനെ അലിൻ ജോസ് പെരേര എടുത്ത് പൊക്കി കറക്കിയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ടാബിലേക്ക് ഒരുപാട് പെൺപിള്ളേർ മെസ്സേജ് അടക്കുന്നുണ്ട്. അതായത് രേണുസുധീനെ പൊക്കിയ പോലെ ഞങ്ങളെയും കൂടി അലിയേട്ടൻ പൊക്കോ, അതായത് ഞങ്ങളെ അതേപോലെ കറക്കോ. അങ്ങനെ ഒരുപാട് പെൺപിള്ളേർ എനിക്ക് മെസ്സേജ് അടക്കുന്നുണ്ട്. ഈ രേണുസുധീനെ പൊക്കിയെ കറക്കണ പോലെ അലിയേട്ടൻ ഞങ്ങളെയും കൂടി കറക്കോ എന്ന് ചോദിച്ച്. അപ്പോൾ എനിക്ക് എന്താണ് അലിയേട്ടന് അത് പറയാനുള്ളത്? പെൺപിള്ളേർ ഇങ്ങനെ മെസ്സേജ് അടക്കുന്നുണ്ട്, നമുക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? ആഗ്രഹം വെച്ചാൽ നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് വിഷ്ണു കൊച്ചിക്കാരൻ ഐഡിയിലേക്ക് നീ മെസ്സേജ് വരുന്നുണ്ട്. നീ വരട്ടെ. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇപ്പൊ അലിയേട്ടന് പൊക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ദിവസം 4 പെൺപിള്ളേരെ കൂടി പൊക്കാൻ പറ്റില്ല. കാര്യം പുള്ളിയുടെ കറക്റ്റായിട്ടുള്ള കാര്യം പറയാം. അല്ലല്ല, പുള്ളിയുടെ ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട്, നടുവിന് കംപ്ലൈന്റ് ആവും. മെലിഞ്ഞ പെൺകുട്ടികളെ 50 വയസ്സിന് താഴെ, 50 അല്ല 30 വയസ്സിന് താഴെ, അല്ല 50 കിലോ വെയിറ്റിന് താഴെ, 50 കിലോ വെയിറ്റിന് താഴെ, 50 കിലോ വെയിറ്റിന് താഴെ ഉള്ളവർക്ക് മാത്രമേ അലിയേട്ടൻ പൊക്കി കറക്കുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ നടുവും അല്ലേ, 50 കിലോ മേളിൽ പൊക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ നടുവിന് കംപ്ലൈന്റ് ആവും. അപ്പൊ അതുകൊണ്ടിട്ട് വരുന്ന പെൺപിള്ളേര് ഒരു 50 അതെ. അപ്പൊ ഒരു 50 കിലോ താഴെയുള്ള പെൺകുട്ടികളാണെങ്കിൽ അലിയേട്ടൻ കറക്കാൻ തയ്യാറായിരിക്കും. അത് ഒരു ദിവസം 4 പേരെ മാത്രം. 2000 രൂപ എന്ത് കറക്കണേന് അവര് നിനക്ക് തന്നെ ഞാൻ കൊടുക്കും. അത് അലിയേട്ടൻ അത് അവര് വണ്ടിക്കാശ് മുടക്കി വന്നല്ലേ. അപ്പൊ അത് അലിൻ ജോസിന്റെ വലിയൊരു മനസ്സ്. പിന്നെ എത്ര പടങ്ങളാണ് ഇപ്പൊ പുള്ളി നിർമ്മിക്കാൻ പോണത്? ഒരുപാട് തന്നെ. ഇപ്പൊ ഒരു ഫുൾ ലെങ്ത് മൂവി നാപ്സ്റ്റിക്കിൽ തന്നെ. പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് തന്നായിരുന്നു, ബുള്ളറ്റ് ഗിഫ്റ്റ്. അതൊന്ന് പറഞ്ഞേക്ക്. റോയൽ എൻഫീൽഡ്. അത് മറ്റേ ഉണ്ണിമൂന്തൻ മാനേജറിന് മേടിച്ചു കൊടുത്ത പോലെ അലിൻ ജോസ് പെരേരയുടെ മാനേജറാണല്ലോ ഞാൻ. അപ്പോൾ എനിക്കൊരു ബുള്ളറ്റ് പുള്ളി ഫ്രീ ആയിട്ട് മേടിച്ച് തന്നായിരുന്നു. പുള്ളിയുടെ വർഷങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കണോണ്ടിട്ട് വളരെ സത്യസന്ധനായിട്ട് നിൽക്കണോണ്ട്. സത്യസന്ധർക്ക് എന്നും നല്ലൊരു ഗുണമുണ്ട്. അതെ അതെ അതെ. ഇതുവരെയായിട്ടും അല്ല, അലിൻ ജോസ് പെരേരയുടെ മാനേജർ ഒരിക്കലും ചതിക്കില്ല എന്ന് അവനറിയാം അല്ലടാ. ഇങ്ങോട്ട് നല്ലത് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ല രീതിയിൽ ബഹുമാനിക്കും. എന്നോട് മോശമായിട്ട് പെരുമാറിയ ആ രീതിയിൽ തന്നെ നമ്മൾ റിയാക്ട് ചെയ്യും. അതാണ് ഞാൻ. പിന്നെ ഇവൻ മോശമായിട്ട് പെരുമാറി എന്തോരം വീഡിയോ അതറിയാലോ നിങ്ങൾക്ക്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പറയാണ്ടിരിക്കാൻ നല്ലത്. ഞങ്ങൾ രണ്ടുപേരും ചെയ്തായിരുന്നു. അതിന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയാണ് ആദ്യം വിളിച്ചത്. ഷിജു അരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ സാറ് എന്നെ വിളിച്ച് വിഷ്ണു ഇതേപോലെ ഒരു വേഷം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെയുള്ളതാണല്ലോ അലിൻ ജോസ് പെരേര. ഞാൻ എന്ത് ചെയ്ത്, സാറേ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അലിൻ ജോസ് പെരേര, പുള്ളിക്ക് ഒരു വേഷം കൂടി കൊടുക്കണം. കാര്യം ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ ശരിക്കും ഓരോന്ന് കാണിക്കുന്നത്. അല്ല, നമ്മൾ സിനിമയിൽ എത്തണമല്ലോ. നമ്മളങ്ങനെ ശ്രമിക്കുന്ന സിനിമ ഇല്ലാത്ത എന്തോരം വ്യക്തികൾ സീരിയൽ ചെയ്യുന്നു. അപ്പൊ അതൊന്നും നോക്കിയിട്ട് എല്ലാ മേഖലയും സീരിയലാണെങ്കിലും ഇപ്പൊ ഷോർട്ട് ഫിലിം ആണെങ്കിലും 2ാം തരം ഒന്നും കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എല്ലായിടത്തും റീച്ച് ഉണ്ട്. സീരിയലിൽ നിന്ന് വന്ന സിനിമാ നടന്മാർ എന്തോരം ഉണ്ട്. അപ്പൊ വന്ന വഴി മറക്കരുത്. പിന്നെ വേറെ കാര്യം പറയാം, ബീന ആന്റണി ചേച്ചി പണ്ട് സിനിമയിലായിരുന്നു, ഇപ്പൊ സീരിയലിൽ വന്നു. പക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പ്രേംകുമാർ പണ്ട് സീരിയലിലായിരുന്നു. അത് നോക്കേണ്ട കാര്യമില്ല. അതാ പറഞ്ഞ ഒരു വഴി എത്തിക്കഴിയുമ്പോ എല്ലാവരും ഇത് തന്നെ പറയും. ഒരാളെ ചവിട്ടി താഴ്ത്തി നമുക്ക് ജീവിക്കാൻ ഒരു പ്ലാറ്റ്ഫോം. അന്ന് പ്രേംകുമാർ അന്ന് ജീവിച്ചിരുന്ന സീരിയലിലായിരുന്നു. സീരിയലിലൂടെയാണ് സിനിമയിലേക്ക് വന്നത്. അപ്പൊ നമ്മള് അതേപോലെ തന്നെ സീരിയലിലൂടെ തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ സിനിമയിലേക്ക് വരാൻ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ വന്ന വഴി മറക്കില്ല. പോവും ചെയ്യും. ഞങ്ങളിപ്പോ ഇവൻ ഗസ്റ്റ് റോൾ ചെയ്തിരുന്നു അല്ലേ? അത് അതാ പറഞ്ഞ വന്ന വഴി മറക്കരുത്. നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കരുത്. കഥാപാത്രം തന്നെ ഞങ്ങൾ ചെയ്യും. റാം മനോഹർ എന്ന ക്യാരക്ടറാണ് ചെയ്തത്. അതെ, ഞങ്ങളിപ്പോ ഒരുപാട് സമയത്ത് അത് നല്ല രീതിയിൽ കത്തിക്കുന്നു. അപ്പൊ ഇനിയും ഇപ്പൊ ഞങ്ങള് അത് പറയട്ടെ. അപ്പൊ ഞങ്ങളിപ്പോ ഇനി 2 സീരിയലിലും 3 സിനിമയിലും പിന്നെ വിദേശ രാജ്യങ്ങൾ ഇവിടെയൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ
ഒന്നും പേരും കാര്യങ്ങളൊന്നും പുറത്ത് വിടാത്തത് ഇപ്പോൾ ഈ സിനിമയുടെ ഡയറക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഒരുപാട് പേര് നിങ്ങളെ കയറ്റണ്ട ആ വർക്കിൽ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കോളുകൾ ചെല്ലുന്നുണ്ട്. കാരണം ഞങ്ങൾ ഒറ്റക്ക് വഴിവെട്ടി വരുന്നത് പലർക്കും അത് സഹിക്കുന്നില്ല. കാരണം പല സിനിമാ നടന്മാരുടെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 2000 പേരാ 3000 പേരാ കാണുന്നത്. പക്ഷെ അലൻ ജോസ് പെരേര വിഷ്ണു കൊച്ചിക്കാരൻ കൂടി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് 1 മില്യൺ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതും ഞങ്ങളുടെ സംസാരമാണ്. അപ്പൊ അത് പല സിനിമാ നടന്മാർക്കും അസ്വസ്ഥതയാകുന്നുണ്ട്. നെഗറ്റീവ് കമന്റ് ഒക്കെ നമ്മ നോക്കേണ്ട കാര്യമില്ല. കാര്യം ഇപ്പൊ ഞങ്ങൾക്ക് മാത്രമല്ല ഇരിക്കേണ്ടി വരും. അത് നോക്കേണ്ട കാര്യം നമുക്ക് ആരോഗ്യമുള്ള കാലത്ത് വരെ ഇപ്പൊ നമുക്ക് പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഷോർട്ട് ഫിലിം ആണെങ്കിലും സീരിയൽ ആണെങ്കിലും സിനിമ ആണെങ്കിലും മാറി ചെയ്യാണ്ടിരിക്കുക. നമ്മള് ഒരിടത്ത് തന്നെ ഒരു നിലനിൽപ്പില്ല, എല്ലാ മേഖലയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവട്ടെ. ഞങ്ങൾക്ക് സിനിമ കയറണം, അതിനുവേണ്ടി ഞങ്ങൾ പല വഴിയുണ്ടല്ലോ. സിനിമ ചെയ്യുന്നുണ്ടല്ലോ, നീ ചെയ്യുന്നുണ്ട്. അല്ല നമുക്ക് കണ്ടിന്യൂറ്റി വേഷം കിട്ടുന്നില്ലല്ലോ. പക്ഷെ എന്നാലും ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമ്മൾ നിലനിൽപ്പുണ്ടല്ലോ. നമ്മൾ അതുകൊണ്ടാണ് ആൾക്കാർ അറിയുന്നുണ്ട്, സെൽഫി എടുക്കാൻ വരുന്നുണ്ട്. 1-2 സംവിധായകന്മാര് പല സിനിമ പറയിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വരുമോ, തിയേറ്ററിലൊന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ പോകുന്നുണ്ട്. ഇപ്പൊ ഫോറം മാളിലാണ് പോണത്. ഞങ്ങൾ അങ്ങാടാ വിളിക്കണത്. റിവ്യൂ വേണമെങ്കിൽ പറയും അല്ലടാ. ഇപ്പൊ ദിലീപന്റെ പടം ലാസ്റ്റ് കണ്ടത്. ഇനിയിപ്പോ നല്ല നല്ല ഹൈപ്പ് ഉള്ള സിനിമയ്ക്ക് മാത്രം റിവ്യൂ പറയുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള സിനിമയ്ക്ക് മാത്രം തിയേറ്ററിൽ പോയിട്ട് നമ്മൾ റിവ്യൂ പറയുക. സാധാരണ പടങ്ങളും നമ്മൾ നല്ലതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതെ നമ്മളെ വിളിക്കുന്ന കല്യാണത്തിന് പോകുക, അല്ലാതെ വിളിക്കാത്ത കല്യാണത്തിന് പോകുക. ഇപ്പൊ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ റിവ്യൂ പറയാൻ വേണ്ടി ഒരുപാട് മീഡിയക്കാർ എന്നെ വിളിച്ചിട്ട് പോയിട്ട് ചെയ്തിട്ടുണ്ട്, മാർക്കോ സിനിമയുടെ റിവ്യൂ. അപ്പൊ അതേപോലത്തെ നമുക്ക് ഒരു ആൾക്കാരിലേക്ക് എത്തും എന്ന് കരുതുന്ന സിനിമയ്ക്ക് നമുക്ക് മീഡിയ അറ്റൻഷൻ നമുക്ക് ഇങ്ങോട്ട് ഓഫർ വരും. അപ്പോൾ അല്ലാണ്ട് വനിതാ വിനിതയിൽ മാത്രം നമുക്ക് റിവ്യൂ പറഞ്ഞിട്ടൊരു സ്റ്റോപ്പേജ് ഇല്ല. വനിതാ വിനിതയിൽ വിലക്ക് വന്നിട്ട് നമുക്ക് ഒരുപാട് തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ഒരു തിയേറ്ററുകാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാന്യമായിട്ട് റിവ്യൂ, അല്ലാണ്ട് പണ്ട് ഡാൻസ് അല്ല. ഞാൻ ഒരു കാര്യം പറയാം, വേറൊന്നുമില്ല. ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റർമാർ, ഞാനിപ്പോൾ അലൻ ജോസ് പെരേരയുടെ മാനേജർ ആണല്ലോ, അപ്പൊ എൻ്റെ അടുത്ത് കഥ പറയാമെന്നും പറഞ്ഞ് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് കഥ പറയാമെന്നും പറഞ്ഞ് ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റർമാർ വരുന്നുണ്ട്. ഞാനൊരു കാര്യം ഞാൻ പറയാം, ഞാൻ അലൻ ജോസ് പെരേരയുടെ മാനേജർ ആണെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് നിങ്ങൾ കഥ പറയണ്ട. നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ആരെ വെച്ചാണോ ആ കഥ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അലൻ ജോസ് പെരേര ആണെങ്കിൽ അലൻ ജോസ് പെരേരയോടാണ് കഥ പറയേണ്ടത്. അപ്പോൾ ഇപ്പോഴുള്ള സ്ക്രിപ്റ്റ് റൈറ്റർമാരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അലൻ ജോസ് പെരേരയോട് സംസാരിക്കാനുള്ള സൗകര്യം ഞാൻ ഒരുക്കി തരാം. അല്ലാണ്ട് നിങ്ങൾ ഉണ്ടല്ലേ പറയട്ടെ, നിങ്ങളുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളും മാനേജറായി എനിക്ക് കേൾക്കണ്ട. എനിക്കതാ പറയാനുള്ളത്. കാര്യം ഉണ്ണിയേട്ടൻ പെട്ട് ഇനി അതേപോലെ അലൻ ജോസ് പെരേര പെടണ്ട, അത്രേ എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. പറഞ്ഞു. ഇനി ഡയറക്ടർമാരും എന്തെങ്കിലും ഒരു പടത്തിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യുക, കഥ പറയണ്ട. പക്ഷെ കഥ പറയാണ്ട് തന്നെ വിളിക്കാല്ല, വർക്കിലേക്ക് വരണം. അല്ലെങ്കിൽ പക്ഷെ പലരും മറ്റേ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നവര് ബിഗ് ബോസിലാണെങ്കിലും പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ. അതെ ഞാൻ സത്യസന്ധനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയാണ്, ഞാൻ മാനേജറാണെന്നും പറഞ്ഞ് സ്ക്രിപ്റ്റ് റൈറ്റർ ആരും എൻ്റെ അടുത്ത് വന്ന് കഥ പറയണ്ട. നിങ്ങൾ കഥ പറയാൻ വന്നാൽ എൻ്റെ അടുത്ത് വന്ന് പറയണമെങ്കിൽ ഞാൻ അത് അലൻ ജോസ് പെരേരയുടെ അടുത്ത് ഞാൻ നേരിട്ട് കണക്ട് ചെയ്യും. അല്ലാണ്ട് ഞാൻ മാനേജറാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കഥ പറയണ്ട. അത്ര എനിക്ക് പറയാനുള്ളത്. വേറൊരു കാര്യം കഴിഞ്ഞ മാസത്തോളം ഒരുപാട് കല്യാണ പരിപാടികളുടെ വീഡിയോസ് വൈറലായി. അലൻ ജോസ് പെരേരയുടെ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും അത് പലർക്കും കൊണ്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. വേറൊരു വീഡിയോയും കാണാനുണ്ടായില്ല. ആ ഒരു ഇതിനെ പറ്റി ഒന്ന് പറയാമോ? കല്യാണ പരിപാടികൾ മെയ് മാസം 23 ചെയ്തു. 23 പരിപാടി. പേയ്മെന്റ് 15,000 മുതൽ 30,000 വരെയാണ് ഒരു പ്രോഗ്രാമിന് നമ്മൾ മിനിമം മേടിക്കുന്നത്. അപ്പോൾ നമ്മള് സൂപ്പർ സ്റ്റാറുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മളത് കുറവാണ്. എങ്കിലും നമുക്കൊരു തുടക്കക്കാരൻ നിലയിൽ പണ്ട് പല പല സൂപ്പർ സ്റ്റാറുകൾക്ക് 500 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പല പല പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ ഇന്നവര് മേടിക്കുന്ന കോടികളാണ്. പക്ഷെ നമുക്കും കോടിക്കണക്കിന് രൂപ കിട്ടുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് പറയുമ്പോൾ ഇപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം പറയുമ്പോൾ തന്നെ അവർ നോ എന്നാ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം കിട്ടുന്ന എമൗണ്ട് മേടിക്കാമെന്നല്ല മാത്രമേ പറ്റുള്ളൂ. അതെ. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇനി പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുക അല്ലേ? കാരണം ഇനിയിപ്പോ കയറാൻ പോണെന്നൊരു ഇത് കേട്ടായിരുന്നു, അപ്ഡേഷൻ വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പുറകിൽ ഒരുപാട് പേര് കളിക്കുന്നുണ്ട് അലൻ ജോസ് പെരേരനെ കയറ്റാതിരിക്കാൻ വേണ്ടി. പക്ഷെ എന്തെങ്കിലും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് വിളിക്കണമെങ്കിൽ വിഷ്ണു കൊച്ചിക്കാരനെ കോൺടാക്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ. കാരണം എന്നൊക്കെ ഒരുപാട്
PR വർക്ക് ഒരുപാട് നടക്കൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ബ്ലോഗ് വരുന്നുണ്ട്. TV പ്രോഗ്രാമിന്റെ പിന്നെ ഈ TV പ്രോഗ്രാമിലേക്ക് പണ്ട് കുറച്ച് ചെയ്തിട്ടുണ്ട്, അമൃത TV മയൽമലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും TV പ്രോഗ്രാമിലേക്ക് ആർക്കെങ്കിലും TV ചാനലുകൾക്ക് വിളിക്കണം താല്പര്യമുണ്ടെങ്കിൽ വിഷ്ണു കൊച്ചിക്കാരനെയും പിന്നെ മാപ്സിക് മീഡിയ വഴിയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാരണം മിതമായിട്ടുള്ള ഒരു ഇതില് പേയ്മെന്റ് പറയണ്ട, എന്നാലും നിങ്ങൾ അവരോട് സംസാരിച്ചാൽ മതി. TV പ്രോഗ്രാമിൽ വരാനും നമുക്കും എനിക്കും ആർക്കും ആഗ്രഹമുണ്ട്. വിഷ്ണു കൊച്ചിക്കാരനും. അപ്പൊ ഞങ്ങള് 3 പേരും കലാകാരന്മാരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. പാട്ട്, മിമിക്രി വിളിച്ചാൽ പോകില്ലേ? അത് ഞാൻ പോകും. ഞാൻ പോയിരുന്നു വെച്ചതാണ് 10-30 പടങ്ങളിൽ നാടകത്തിലൊക്കെ അഭിനയിച്ചെടുത്താണ് ഞാൻ. എനിക്കിപ്പോ പറയാനുള്ളത് അലൻ ജോസ് പെരേരനായാലും ആറാട്ടനായാലും എന്നെയാലും ഇപ്പോൾ എന്നെയായിരിക്കും മിക്കവാറും മെസ്സേജ് അടക്കുന്നത് പല പ്രോഗ്രാംസിനും. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, TV പ്രോഗ്രാമോ അല്ലേ, സീരിയലോ പറയട്ടെ, സീരിയലോ, പിന്നെ അലൻ ജോസ് പെരേര ഇപ്പൊ ഗാനമേളക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്. അത് ഈ 2K പിള്ളേർക്ക് ഒരു ഹരം തന്നെ ആയിരിക്കും ഗാനമേള. കാരണം വേടനൊരു എന്താ പറയാ, ഒരു എതിരാളി എന്ന് തന്നെ പറയാം അല്ലേ. കാര്യം അലൻ ജോസ് പെരേര ഇറങ്ങിക്കഴിഞ്ഞാൽ വേടന് ചിലപ്പോൾ ഒരു എതിരാളി തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ചാർജ് ഉണ്ടാവില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ വേടന്റെ ഒരു എതിരാളിയല്ല, പുള്ളി വേടന്റെ കൂടെ പാടാൻ തയ്യാറാണ്. പുള്ളി പാടാൻ തയ്യാറാണ്. അതൊന്നും കുഴപ്പം, അങ്ങനെ പുള്ളിക്ക് ആരായിട്ടും ശത്രുതയൊന്നുമില്ല അല്ലേ. വ്യത്യസ്തം നിറഞ്ഞ പാട്ടായിരിക്കും. കാരണം നാദർശക്ക് ശേഷം ആയിരുന്ന ചോദ്യത്തിന് ഉത്തരം എന്നൊക്കെ പലരും കമന്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ട്. കാരണം ഇപ്പൊ നാദർശക്കൊക്കെ അധികം പാടുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ പാരഡി കേൾക്കുന്ന ആൾക്കാർക്ക് കൊതി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഒരുപാട് പുതിയ ട്രെൻഡിങ് സോങ് അറിയാം. അപ്പൊ അത് നമുക്ക് സ്റ്റേജുകളിൽ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. താല്പര്യമുള്ളവർ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യുക. വിഷ്ണു അതെ, ഞാനും പാടുന്നതായിരിക്കും. അപ്പൊ ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം വെച്ചാൽ സീരിയല്, ഗാനമേള, കല്യാണ പരിപാടി, സിനിമ, ബർത്ത്ഡേ വിഷു എല്ലാം, ബിഗ് ബോസ്, വിഷ്ണു കൊച്ചിക്കാരൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് എടുക്കുക. നിങ്ങളുടെ അടുത്ത് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. ഇനി ഞാൻ ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കയ്യിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മാനേജറായ എൻ്റെ അടുത്തല്ല കഥ പറയേണ്ടത്, അലൻ ജോസ് പെരേരയുടെ അടുത്താണ്. അതും കൂടി ഓർപ്പിച്ചുകൊണ്ട് ഇത് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ടാറ്റ, ബൈ ബൈ.